ഹലോ ഹായ് ഇന്നൊരു കോക്കനട്ട് ദോശയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഉഴുന്നരയ്ക്കുന്നില്ല. പച്ചരിയും തേങ്ങയും അവലും ചേർത്തരച്ചിട്ടാണ് കേട്ടോ ഈ ദോശ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വെജ് കുറുമയും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇപ്പോൾ ഇതാ 2 കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 6 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയാണ് കേട്ടോ. ഇഡ്ഡലി റൈസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതാ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 പോർഷനായിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് അവൽ കുതിർത്ത് വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം. ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ബൗളിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബാക്കി വന്ന അരിയും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടി ചേർത്താണ് കേട്ടോ ഇത് അരയ്ക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു അല്പം വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചെടുത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 6-7 മണിക്കൂർ നേരം പൊങ്ങാൻ വെക്കണം. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസമാണ് കേട്ടോ ഓവർനൈറ്റാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഈ മാവ് പുളിക്കാനായിട്ട്. അത് രാവിലെ ആയപ്പോഴത്തേനും തുറന്ന് നോക്കി അടിപൊളിയായിട്ട് നമ്മുടെ മാവൊക്കെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം. ഇപ്പോൾ ഇതുപോലെ ഒരു ദോശ തവ വെച്ചെടുത്തിട്ടുണ്ട്. തവ ചൂടായി കഴിയുമ്പോൾ ഒരാൾക്ക് എണ്ണയൊക്കെ പുരട്ടി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു തവി ദോശമാവ് ഒഴിച്ചെടുത്ത് ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് വട്ടത്തിലല്ല കേട്ടോ, തട്ടുദോശ രീതിയിലാണ് ഞാൻ ഇന്ന് ഈ ദോശ ഉണ്ടാക്കുന്നത്. എന്നിട്ട് കുറച്ച് എണ്ണ ഞാൻ അരികിലൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചെടുക്കണമെങ്കിൽ നെയ്യ് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ എണ്ണയാണ് കേട്ടോ തൂക്കി കൊടുത്തത്. പിന്നെ അതൊന്ന് ബബിൾസൊക്കെ വന്നപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത്. അപ്പോൾ നമ്മുടെ ദോശ അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറുമ ഉണ്ടാക്കാം. അതിനായിട്ട് തലേ ദിവസം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പ് ഗ്രീൻ പീസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഴുകി ഇതുപോലെ ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും എല്ലാം ചേർത്തിട്ട് ഒരു 5-6 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വേവുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ പെരുംജീരകം അതോട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 കഷ്ണം പട്ട, 2 ഏലക്ക, അത്ര മാത്രം മതി കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 5-6 എരിവുള്ള പച്ചമുളക് അതോട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു കൈപ്പിടിയോളം മല്ലിയില, പിന്നെ കുറച്ച് പുതിനയില അവർ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് തണുത്തതിന് ശേഷം ഒരു അല്പം വെള്ളം ഒഴിച്ച് മിക്സിയിൽ നല്ല പോലെ അരച്ചെടുത്ത് വെക്കണം. ഇനിയിപ്പോൾ അതേ പാനിൽ തന്നെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തതാണ് കേട്ടോ. അതോട് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് അതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചെടുക്കാം. എന്നിട്ടൊരു പതുക്കെ ഒരു തള വന്നതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചെടുക്കാം. ഈ കറി ഇരിക്കും തോറും കുറുകും. അപ്പോൾ ഇങ്ങനെ നല്ല കുഴമ്പ് രൂപത്തിലാണ് കേട്ടോ ഈ കറി ഇരിക്കേണ്ടത്. നമ്മുടെ ദോശയുടെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ അടിപൊളി സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ
ഇനിയിപ്പോൾ ഇതിലേക്കൊരു അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.